എനിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്തോ? അതെന്താ നീ അങ്ങനെ ചോദിക്കണേ? തൊടുന്നതെല്ലാം അബദ്ധം. അതെന്താ നീ അങ്ങനെ പറയണേ? ഒന്നും നടക്കണില്ലേ എന്നുവെച്ചാൽ ഒരു എരണമില്ല. നീ നിന്റെ ജാതകം വല്ല ഇതിനിടയ്ക്കല്ലോ നോക്കിയിട്ടുണ്ടോ? എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. അങ്ങനെ അല്ലടാ, ഒരു ജോത്സ്യം വന്നിട്ടുണ്ട് ഇവിടെ, നമുക്കൊന്ന് പോയി കണ്ടാലേ? വേണോ? എനിക്ക് അതിലൊന്നും വിശ്വാസമൊന്നുമില്ല. നിന്റെ സമാനത്തിലാണെങ്കിൽ പോവാം. വാ പോവാ. സ്വാമി എത്തിയോ? വരോന്ന് കൂട്ടുകാരൻ പറഞ്ഞിരുന്നു. ഇരിക്ക സ്വാമി. ജാതകം നോക്കട്ടെ. താങ്കളുടെ രത്നത്തിൽ കുശലടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പുറകെയാണിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യന് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ചന്ദ്രൻ കണ്ടാലല്ലേ വ്യാഴത്തിന്റെ അപഹാരം മാറ്റാൻ പറ്റൂ. വ്യാഴത്തിന്റെ അഹങ്കാരം കുറഞ്ഞാലല്ലേ ശുക്രനിൽ കുശം വരൂ. ഇതിന്റെ ഇടയിൽപ്പെട്ട് പ്ലൂട്ടോയും യുറാനസും കാണാതെ പോയിരിക്കുന്നു. തന്റെ കാര്യം കട്ടപ്പുക. പേടിക്കണ്ട, പരിഹാരമുണ്ട്. എന്താണ് ജോത്സ്യരെ പരിഹാരം? എത്ര ചെലവാലും കുഴപ്പമില്ല. നോക്കട്ടെ. വെള്ളമില്ലാത്ത കുളത്തിലെ 3 താമരമൊട്ടും, പൂക്കാത്ത മാവിന്റെ പൂവും, കായ്ക്കാത്ത മാവിന്റെ മാങ്ങയും, കുരുവില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടും, ഹിമാലയത്തിൽ കണ്ടുവരുന്ന പ്രത്യേകതരം ചെമ്പരത്തിയും, സൈഡില്ലാത്ത മിക്സിയിൽ സമാസമം അരച്ച് ദിവസം കറണ്ട് ഇല്ലാത്ത ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടി ഉണക്കി പൊടിച്ച് ആ പൊടി എടുത്ത് പുലിപ്പാലിൽ ചാലിച്ച് ദിവസവും 2 മണിക്ക് എഴുന്നേറ്റ് കുളത്തിന്റെ നടുക്കു നിന്ന് ഒറ്റക്കാലിൽ കുടിക്കുക. ഈ പറഞ്ഞ രീതിയിൽ 8 വർഷം ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം 100 വർഷം കഴിഞ്ഞും നിങ്ങളുടെ പ്രശ്നം മാറിയില്ല